നമസ്കാരം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ അടുത്ത ദിവസങ്ങളിലെ ഹോട്ട് ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ കഴിയുമോ? സംശയമൊന്നും വേണ്ട, അത് ഗ്രോയുടെ IPO തന്നെയാണ്. നവംബർ 4 മുതൽ 7 വരെയാണ് ഈ ഒരു IPO ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഓപ്പൺ ആകുന്നത്. ഇന്നത്തെ ജനറേഷനിലെ മിക്ക ഇൻവെസ്റ്റേഴ്സിന്റെയും ഫോണിൽ ഗ്രോ ആപ്പ് ഉറപ്പായും കാണും. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോക്കറായിട്ട് മാറിയ ഒരു കമ്പനി പബ്ലിക് ആകുമ്പോൾ ഈ ഒരു ആവേശം വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ഹൈപ്പ് കണ്ട് മാത്രം കയ്യിലുള്ള കാശ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയാണോ? ഗ്രോ IPO ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ അതോ ട്രാപ്പ് ആണോ? ഈ ഒരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി കൺഫേം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഗ്രോ IPOയ്ക്ക് ഇത്രയധികം ഡിമാൻഡ് വരാനുള്ള 5 പ്രധാന കാരണങ്ങളും നമ്മൾ ഒരിക്കലും അവഗണിക്കരുതാത്ത ഏറ്റവും വലിയൊരു റിസ്ക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ ആരാണ് ഈ ഗ്രോ എന്ന് ചുരുക്കി പറയാം. 2017 ഫ്ലിപ്കാർട്ടിലെ 4 മുൻ സഹപ്രവർത്തകർ ലളിത് കേസ്രെ, ഹർഷത് ജെയിൻ, ഇഷാൻ ബൻസിൽ, നീരജ് സിംഗ് ഇവർ 4 പേരും ചേർന്ന് തുടങ്ങിയ ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് ആണ് ഗ്രോ. തുടക്കത്തിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടായിരുന്നു എൻട്രി. എന്നാൽ വളരെ പെട്ടെന്ന് ഏകദേശം 2020 അവർ സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഗോൾഡ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, IPO ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ തുടങ്ങി. എല്ലാ സർവീസുകളും ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഗ്രോ മാറി. വളരെ സിമ്പിളായ, ആർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന മൊബൈൽ ആപ്പ് കോടിക്കണക്കിന് പുതിയ നിക്ഷേപകരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകർഷിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറാണ് ഗ്രോ. ഏകദേശം 1,26,00,000 ആക്റ്റീവ് യൂസേഴ്സ് അവർക്കുണ്ട്. ഇത് ഇന്ത്യൻ റീറ്റെയിൽ ബ്രോക്കിംഗ് മാർക്കറ്റിലെ ഏകദേശം 26% വരും. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി IPO ആയിട്ട് വരുമ്പോൾ ആളുകൾക്ക് താല്പര്യം കൂടുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഏകദേശം 6,632 കോടി രൂപയാണ് ഈ IPO വഴി അവർ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിൽ 1,060 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കമ്പനിയുടെ വളർച്ചയ്ക്കും ബാക്കി 5,572 കോടി രൂപ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഷെയറുകൾ വിൽക്കാനുള്ള അവസരവുമായിട്ടാണ് കാണുന്നത്. ഒരു ഷെയറിന് 95 മുതൽ 100 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ IPO ഇത്രയധികം ഹൈപ്പ് നേടുന്നത്? ആ 5 കാരണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കീറി മുറിച്ച് പരിശോധിക്കാം. ഒന്നാമത്തെ വലിയ കാരണം വലിയ യൂസർ ബേസ് തന്നെയാണ്. മാസീവ് യൂസർ ബേസ്. ഫിൻടെക് ലോകത്ത് കമ്പനിയുടെ ഒരു നിലനിൽപ്പിന്റെയും ഗ്രോത്തിന്റെയും അടിത്തറയാണ് യൂസേഴ്സിന്റെ എണ്ണം. ഇത്രയധികം യൂസേഴ്സ് ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ, ഒന്നാമതായിട്ട് അവർക്ക് ഒരു സ്റ്റഡി റവന്യൂ സോഴ്സ് നൽകുന്നു. ഓരോ ട്രേഡിൽ നിന്നും കിട്ടുന്ന ബ്രോക്കറേജ് മാത്രമല്ല, അവർ ഭാവിയിൽ തുടങ്ങുന്ന ഏത് പുതിയ സർവീസിനും തുടക്കത്തിലെ ഒരു മാർക്കറ്റ് റെഡിയാണ്. ഉദാഹരണത്തിന് നാളെ അവരൊരു ലോൺ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ അത് വിൽക്കാൻ വേറെ എങ്ങും പോകണ്ട, സ്വന്തം യൂസേഴ്സിലേക്ക് മാത്രം എത്തിച്ചാൽ മതിയോ. രണ്ടാമതായിട്ട് ഡേറ്റ. ഇന്നത്തെ കാലത്ത് ഡേറ്റയാണ് പുതിയ ഓയിൽ എന്ന് പറയുന്നത്. വെറുതെയുള്ള ഇത്രയും യൂസേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് രീതികൾ, താല്പര്യങ്ങൾ, ഫിനാൻഷ്യൽ സ്വഭാവം ഇവയെക്കുറിച്ചൊക്കെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷൻ ഗ്രോവിന്റെ കയ്യിലുണ്ട്. ഈ ഡേറ്റ വെച്ച് കസ്റ്റമേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള പുതിയ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഇത് കോമ്പറ്റേറ്റേഴ്സിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ അവരെ തീർച്ചയായിട്ടും സഹായിക്കും. ജൂൺ 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ ടോട്ടൽ ആക്റ്റീവ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിൽ SIP-കളിൽ 18.5% ഗ്രോ വഴിയാണ് നടക്കുന്നത്. ഇത് അവരുടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു സ്വാധീനം എത്ര കണ്ട് വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമതായിട്ട് നെറ്റ്വർക്ക് എഫക്ട്. ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാല്യൂ തനിയെ കൂടുന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഗ്രോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളും അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടും. ദ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി വളരെ പവർഫുൾ ആണ്. അതിശയം എന്ന് പറയട്ടെ, 2023-25 കാലയളവിൽ ഗ്രോ നേടിയ 80%-ലധികം കസ്റ്റമേഴ്സും പോയത് പരസ്യങ്ങളിലൂടെയല്ല, മറിച്ച് ഓർഗാനിക് ആയിട്ട് വന്നതാണ്. ഇത് അവരുടെ ബ്രാൻഡിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ യൂസർ ബേസ് വെറും ഒരു നമ്പർ അല്ല, മറിച്ച് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിന്റെ ഉറച്ച അടിത്തറയാണ്. IPO-ൽ പണം മുടക്കാൻ വരുന്നവർ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു ഫാക്ടറും ഇത് തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് കിടക്കാം. എക്സ്പ്ലോസീവ് ഫിനാൻഷ്യൽ ഗ്രോത്ത്. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചെടുത്ത് യൂസർമാരുടെ എണ്ണം മാത്രം കൂടിയാൽ പോരാ, പെട്ടെന്ന് അത് റവന്യൂ ആയിട്ട് മാറണം. അവിടെയാണ് ഗ്രോ ശരിക്കും ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിവേഗത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് കമ്പനി കാണിക്കുന്നത്. നമുക്ക് ചില കണക്കുകൾ നോക്കാം. ഗ്രോവിന്റെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഓരോ വർഷവും ശരാശരി 84.88% എന്ന ഒരു നിരക്കിലാണ്. ഒരു കമ്പനിയുടെ വരുമാനം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കൂടുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ബിസിനസ് മോഡൽ സക്സസ്ഫുൾ ആണെന്നും ആളുകൾ അവരുടെ സർവീസുകൾക്കായിട്ട് പണം നൽകുന്നുണ്ടെന്നും ഇത് തെളിയും. ഇനി പ്രോഫിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വരുമാനം കൂടുമ്പോൾ ചെലവും കൂടും. അപ്പോൾ ലാഭം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഗ്രോവിന്റെ എബിറ്റഡ മാർജിൻ നോക്കിയാൽ അറിയാം. ഒരു ഓപ്പറേഷനിൽ നിന്നുള്ള ലാഭ ശതമാനം 2023 ഏകദേശം 36% 2025 അത് 59% ഉയരുമെന്നാണ് പ്രവചനങ്ങൾ ഇതിനകം വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ കമ്പനി കൂടുതൽ എഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 100 രൂപ റവന്യൂവിൽ നിന്നും കൂടുതൽ പണം പ്രോഫിറ്റ് ആയിട്ട് മാറ്റാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ടാക്സ് എല്ലാം കൊടുത്തതിന് ശേഷമുള്ള അറ്റാദായത്തിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് മാർജിനും വളരെ മികച്ചതാണ്. 2025 ഇത് 44
14.92% വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല ടെക് കമ്പനികളും വർഷങ്ങളോളം നഷ്ടത്തിൽ ഓടുമ്പോഴാണ് ഗ്രോ ഇത്രയും മികച്ച ഒരു പെർഫോമൻസ് കാണിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മൂന്നാമത്തെ കാരണം ഫിൻടെക്കിന്റെ ഭാവിയും ഗ്രോവിന്റെ റോളും. ഫ്യൂച്ചർ ഓഫ് ഫിൻടെക് ആൻഡ് ഗ്രോസ് പൊസിഷൻസ്. ഗ്രോവിന്റെ വളർച്ചയെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ നടക്കുന്ന വലിയ ഡിജിറ്റൽ റവല്യൂഷന്റെ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രോയും കൂടെ വളരുന്നത്. ഈ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറികളിൽ ഒരാളായി മാറാൻ ഗ്രോവിന് കഴിഞ്ഞു എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുകയാണ്. കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, പരമ്പരാഗത നിക്ഷേപങ്ങളായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും റിയൽ എസ്റ്റേറ്റിൽ നിന്നും മാറി സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിലേക്ക് വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ വെൽത്ത് മാനേജ്മെന്റ് സെക്ടർ ഡിജിറ്റലൈസേഷന്റെയും വർദ്ധിച്ചു വരുന്ന ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേഷന്റെയും ഫലമായിട്ട് വലിയൊരു വളർച്ചയുടെ പടിവാതിൽക്കലാണ്. ഈ ഒരു മാറ്റത്തിന് പ്രധാനം സ്മാർട്ട് ഫോണുകളും കുറഞ്ഞ ഡാറ്റാ നിരക്കുകളുടെയും വ്യാപനമാണ്. ഇത് ഇന്ത്യയിലെ ചെറിയ ഗ്രാമത്തിൽ ഇരിക്കുന്ന ആൾക്ക് പോലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഒരുക്കും. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുകൂടി നമുക്ക് നോക്കിപ്പോകാം. ഈ ഒരു ട്രെൻഡ് ഇനിയും തുടരാനാണ് സാധ്യത. ആളുകൾ കൂടുതൽ ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരും. ഗ്രോ ഇപ്പോൾ തന്നെ ബ്രോക്കിംഗിന് പുറമെ ലോണുകൾ, ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് കടന്നു കഴിഞ്ഞു. അവരുടെ കയ്യിലുള്ള കോടിക്കണക്കിന് യൂസേഴ്സിന് ഈ സർവീസുകളെല്ലാം നൽകി ഒരു സൂപ്പർ ഫിനാൻഷ്യൽ ആപ്പായി മാറുക എന്നതാണ് അവരുടെ ലക്ഷ്യം. IPO വഴി കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം, ഏകദേശം 205 കോടി രൂപ, അവരുടെ NBFC വിഭാഗം ശക്തമാക്കാനും അതുവഴി ലോൺ ബിസിനസ് വർദ്ധിപ്പിക്കാനും അവർ ഉപയോഗിക്കും. അതായത് ബ്രോക്കറേജിൽ മാത്രം ഒതുങ്ങാതെ ഫിനാൻഷ്യൽ സർവീസുകളിലൂടെ ഒരു വലിയ ശൃംഖലയായിട്ട് മാറാനാണ് അവരുടെ പ്ലാൻ. ഈ ഒരു ദീർഘവീക്ഷണവും ഫിൻടെക് മാർക്കറ്റിന്റെ ശക്തമായ അടിസ്ഥാനവുമാണ് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകുന്ന മൂന്നാമത്തെ ഘടകം. നാലാമതായിട്ട് ബാക്കിംഗ് ബൈ മാർക്യൂ ഇൻവെസ്റ്റേഴ്സ്. പ്രമുഖ ഇൻവെസ്റ്റേഴ്സിന്റെ സപ്പോർട്ട്. ഒരു കമ്പനിയിൽ ആരൊക്കെയാണ് പണം മുടക്കിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ഒരു ധാരണ. ഗ്രോയിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സപ്പോർട്ട് അവർക്കുണ്ട്. ടൈഗർ ഗ്ലോബൽ, സെക്വോയ ക്യാപിറ്റൽ, റിബിറ്റ് ക്യാപിറ്റൽ, വൈ കോമ്പിനേറ്റർ തുടങ്ങിയ പ്രമുഖ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ ഗ്രോയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇവർ വെറുതെ പണം മുടക്കുന്നവരല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പഠനത്തിന് ശേഷം വേൾഡ് ക്ലാസ് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ഇവരുടെ സാന്നിധ്യം തന്നെ ഗ്രോയിന്റെ ബിസിനസ് മോഡലിനും മാനേജ്മെന്റിനും ലഭിച്ച ഒരു അംഗീകാരമാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല പോലും ഗ്രോയിൽ ഇൻവെസ്റ്ററും അഡ്വൈസറുമാണ്. ലോകത്തെ തന്നെ ഒരു അധികായൻ ഈ കമ്പനിയിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. IPOയിൽ ഒരു വലിയ വിഭാഗം ഓഫർ ഫോർ സെയിൽ ആണെന്ന് നമ്മൾ കണ്ടു. അതായത് ഈ ഏർലി ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയറുകൾ വിറ്റ് ലാഭമെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നാമെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റിന്റെ സ്വാഭാവികമായിട്ടുള്ള സൈക്കിളിന്റെ ഭാഗമായിട്ടാണ് ഇതുള്ളത്. അവർ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത റിസ്കിനുള്ള റിവാർഡാണ് ഈ ഒരു IPO വഴി അവർ നേടാൻ പോകുന്നത്. ഈ പ്രമുഖ ഇൻവെസ്റ്റേഴ്സിന്റെ സാന്നിധ്യം സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഇവരെല്ലാം പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ഇനിയും എന്തൊക്കെയോ വളരാനുണ്ട് എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇത് IPOയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. നമുക്ക് അഞ്ചാമത്തെ ഒരു കാരണത്തിലേക്ക് കൂടി കടക്കാം, ഫെയർ വാല്യുവേഷൻ. ഒരു IPOയുടെ സക്സസ് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അതിന്റെ പ്രൈസിംഗ് ആണ്. കമ്പനി എത്ര മികച്ചതാണെങ്കിലും ഷെയറിന് ഓവർ പ്രൈസ് ആണ് ഈടാക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രോവിന്റെ IPO വാല്യുവേഷനെ കുറിച്ച് നമുക്ക് PE റേഷ്യോ ഉപയോഗിച്ച് വിലയിരുത്താം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കമ്പനിയുടെ ഓരോ രൂപ പ്രോഫിറ്റിനും വേണ്ടി ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ മുടക്കാൻ തയ്യാറാണ് എന്നതാണ് PE റേഷ്യോ വ്യക്തമാക്കുന്നത്. ഗ്രോവിന് IPO പ്രൈസ് ബാൻഡിന്റെ അപ്പർ ലിമിറ്റ് കണക്കാക്കിയാൽ അതിന്റെ PE റേഷ്യോ ഏകദേശം 30-45 റേഞ്ചിലാണ് വരുന്നത്. ഈ സെക്ടറിലെ മറ്റ് കമ്പനികളെ നോക്കിയാൽ ഏഞ്ചൽ വണ്ണിന്റെ PE റേഷ്യോ 20-ഉം മോത്തിലാൽ ഓസ്വാളിന്റേത് 25-ഉം ആണ്. അതേസമയം 361 പോലെയുള്ള വെൽത്ത് മാനേജ്മെന്റ് കമ്പനികളുടേത് 45 വരെയാണ്. ഈ സാഹചര്യത്തിൽ ഗ്രോയിന്റെ വാല്യുവേഷൻ ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതിവേഗം വളരുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫെയർ വാല്യുവേഷൻ ആയിട്ട് കണക്കാക്കപ്പെടും. പല പുതിയ ടെക് IPOകളും നഷ്ടത്തിലോ അല്ലെങ്കിൽ ഭീമമായിട്ടുള്ള PE റേഷ്യോയിലോ ആണ് മാർക്കറ്റിൽ വരുന്നത്. എന്നാൽ ഗ്രോ പ്രോഫിറ്റബിൾ ആണെന്ന് മാത്രമല്ല ന്യായമായിട്ടുള്ള ഒരു വിലയും നിശ്ചയിച്ചിരിക്കും. ഇത് ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിംഗിന് ശേഷം ഷെയർ പ്രൈസ് ഉയരാൻ സാധ്യത നൽകുന്നു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം GMP സൂചിപ്പിക്കുന്നത് ലിസ്റ്റിംഗ് ദിവസം ഏകദേശം 17% വരെ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പോയ 5 കാരണങ്ങൾ, വലിയ യൂസർ ബേസ്, മികച്ച ഫിനാൻഷ്യൽ ഗ്രോത്ത്, ഫിൻടെക് ഇൻഡസ്ട്രിയിലെ അവസരങ്ങൾ, പ്രമുഖ ഇൻവെസ്റ്റേഴ്സിന്റെ സപ്പോർട്ട്, ന്യായമായ വാല്യുവേഷൻ, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഗ്രോ IPO ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറുന്നത്. ഇനി ആ നാണയത്തിന്റെ മറുവശം കൂടി ഒന്ന് നോക്കിപ്പോകാം. ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ഇതുവരെ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. എന്നാൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നാണയത്തിന്റെ മറുവശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഗ്രോ നേരിടുന്ന ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ബ്രോക്കറേജ് സെക്ടറിലെ കഠിനമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനും കുറഞ്ഞു വരുന്ന പ്രോഫിറ്റ് മാർജിനുമാണ്. ഇന്ന് ഇന്ത്യയിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഒരു ഡിസ്കൗണ്ട് ഗെയിം ആയിട്ട് മാറിക്കഴിഞ്ഞു. സെറോദ ഈ ഒരു റെവല്യൂഷൻ തുടങ്ങിയപ്പോൾ ഗ്രോ, ഏഞ്ചൽ വൺ, അപ്സ്റ്റോക്സ് പോലെയുള്ള കമ്പനികൾ അത് കൂടുതൽ ശക്തമാക്കി. ഫലത്തിൽ ബ്രോക്കറേജ് ഫീസ് ഏകദേശം 0-യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കസ്റ്റമേഴ്സിന് നല്ലതാണെങ്കിലും കമ്പനിയുടെ പ്രധാന വരുമാന മാർഗം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ പ്രശ്നം ഗ്രോവിന് മാത്രമല്ല ഈ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിലുണ്ട്. മാർക്കറ്റ് ലീഡർ ആയിരുന്ന സെറോദ പോലും അവരുടെ പ്രോഫിറ്റിൽ ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഏഞ്ചൽ വൺ പോലെയുള്ള കമ്പനികളുടെ ലാഭത്തിൽ ഇടിവുണ്ടായി ബ്രോക്കിംഗിൽ നിന്നുള്ള റവന്യൂ കുറയുന്നത് ഒരു റിയാലിറ്റി തന്നെയാണ്. ഇതിനർത്ഥം ബ്രോക്കിംഗിൽ നിന്ന് മാത്രം വലിയ ലാഭം ഉണ്ടാക്കിയിരുന്ന കാലം
കഴിഞ്ഞു എന്നതാണ്. ഭാവിയിൽ വളരണമെങ്കിൽ ഗ്രോയ്ക്ക് മറ്റു റവന്യൂ സ്ട്രീമുകൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അവർ ലോണുകൾ, അസറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പുതിയ മേഖലയിൽ കോമ്പറ്റീഷൻ കടുപ്പമാണ്. ബാങ്കുകളും മറ്റ് NBFCകളും അവരുടെ സ്ട്രോങ് പ്ലേയേഴ്സ് ആയിട്ട് തുടരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോയിന്റെ ഫ്യൂച്ചേഴ്സ് പ്രോഫിറ്റ് ഗ്രോത്ത് എത്രത്തോളം നിലനിർത്താൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം പെർഫോമൻസ്. ബ്രോക്കറേജ് റവന്യൂ കുറയുന്നതിനെ മറികടക്കാൻ മറ്റു പ്രോഡക്റ്റുകളിൽ നിന്ന് എത്ര വേഗത്തിൽ വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് വളരെ നിർണായകമായിരിക്കും. ഇതാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു റിസ്ക്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഗ്രോ IPO ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ അതോ ട്രാപ്പ് ആണോ എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോയത്. നമ്മൾ കണ്ട 5 കാരണങ്ങൾ വ്യക്തമാക്കുന്നത് IPOയ്ക്ക് പിന്നിൽ സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉണ്ടെന്നാണ്. ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന, പ്രോഫിറ്റബിൾ ആയ, വലിയ യൂസർ ബേസ് ഉള്ള, നല്ലൊരു ഫ്യൂച്ചറുള്ള ഇൻഡസ്ട്രിയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് ഗ്രോ. ഫെയർ വാല്യുവേഷൻ ലിസ്റ്റിംഗ് ഗെയിൻസിനുള്ള സാധ്യതയും നൽകുന്നുണ്ട്. എന്നാൽ ബ്രോക്കറേജ് സെക്ടറിലെ കടുത്ത മത്സരം ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മുമ്പിലുണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ കമ്പനി ഈ ഒരു ചലഞ്ചിനെ എങ്ങനെ മറികടക്കുന്നു എന്ന് നിരീക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കണം? അത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനെയും ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇതൊരു നല്ല അവസരമായിരിക്കും. 17% ഗ്രേ മാർക്കറ്റിൽ ലഭിക്കാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് ആണ് കണക്കാക്കിയിരിക്കുന്നത്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള പോസിറ്റീവും അതേസമയം ഇൻഡസ്ട്രിയിൽ നേരിടുന്ന വെല്ലുവിളികളെയും ഒരേപോലെ പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു അനാലിസിസിന് വിധേയമാക്കി നല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഗ്രോ IPO കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ ഈ IPOയിൽ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കാരണങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസുകൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.